ഹലോ ഗായ്സ്, അപ്പം ഞാൻ എന്താ കുറേ നാൾക്ക് ശേഷം വീണ്ടും ബസ്സിലൊരു യാത്ര പോകണേണ്. ആരെ കാണാനാ? ഈ ഒരു മുതലിനെ കാണാൻ. ഈ ഒരു മുതൽ. ഈ മുതലിനെ കണ്ടിട്ട് 2 വർഷത്തിനടുക്കായി ഈ ഒരു സാധനത്തിനെ കണ്ടിട്ട്. അപ്പോൾ ഇതിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ബർത്ത്ഡേ ഒരു ചിലവ് കിടക്കണ്ട. ആ ചിലവിന് വേണ്ടി മുടിപ്പിക്കാനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഹൈക്കോട്ടാണ് എത്തിയത്. അപ്പോൾ ഹൈക്കോട്ട് ഞാൻ പള്ളുരുത്തിയിൽ നിന്ന് നേരെ ഹൈക്കോട്ട് ബസ് ഇറങ്ങി. സോനുവും വന്നിട്ട് ഹൈക്കോട്ട് ബസ് ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് മീറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഹൈക്കോട്ടിൽ നിന്നൊരു വെള്ളം കുടിച്ച്. എൻ്റെ പൊന്നോ, ഉള്ള കണ്ട മുളക് മൊത്തം അതിനകത്തുണ്ടായിരുന്നു, കുടിക്കാൻ പറ്റുണ്ടായില്ല. അങ്ങനെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നേക്കണതാണ് GITD, നമ്മുടെ എടപ്പള്ളി ടോളിൻ്റെ അവിടെയുള്ള GITD. ഇവിടെയാണ് ഞങ്ങൾ ബ്യൂട്ടീഷ്യൻ പഠിച്ചത്. ബ്യൂട്ടീഷ്യൻ മാത്രമല്ല, ഫാഷൻ ഡിസൈനിങ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാ നമ്മുടെ ലോഗോ. അപ്പോൾ ഞങ്ങൾ മിസ്സുമാരെയൊക്കെ കണ്ട് 2 വർഷമായി ഇവിടെ വന്ന് പോയിട്ട്. ഇവിടെ അടിച്ച് തകർത്തൊരു സ്ഥലമാണിത്. അങ്ങനെ മിസ്സുമാരായിട്ടൊക്കെ സെൽഫിയും കാര്യങ്ങളും സംസാരിച്ചൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ താഴത്തൊരു ഞങ്ങൾ സ്ഥിരം കയറുന്നൊരു കടയുണ്ടായി. അവിടെ കയറി ഞങ്ങൾ ഒരു ലൈമും കഴിച്ച് അങ്ങനെ ഞങ്ങൾ ലുലു പോകാമെന്ന് വിചാരിച്ച്. ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ടാണ് ലുലു പോകുന്നത്. എന്നെയും കൊണ്ട് ആ സാധനം കുറേ നടത്തിച്ചെന്നെ. അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി ഞങ്ങൾ ഓർത്ത് ഹൈപ്പറിൽ കയറിയിട്ട് ഫുഡ് മേടിക്കാമെന്ന്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി മേടിച്ച് 2 എണ്ണം. അങ്ങനെ അത് കഴിഞ്ഞ് പിക്കിൾ സെക്ഷനിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ പൊന്നു, ഞാനതിൽ കൂടി പോയപ്പോഴത്തേക്കും നല്ല മണം. പിക്കിൾസിൻ്റെയൊക്കെ അയ്യോ ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റാത്ത മണം. അങ്ങനെ അവിടെ നിന്ന് ഉപ്പിലിട്ട മാങ്ങയും മേടിച്ച്, പിന്നൊരു മാങ്ങ ഇങ്ങനെ മുളകൊക്കെ ഇട്ട് അതും മേടിച്ച്, പിന്നെ കുറച്ച് സാലഡും എടുത്ത് ഞങ്ങൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോകണം. അപ്പോൾ എസ്കലേറ്റർ വഴിയാണ് ഫുഡ് കോർട്ടിൽ പോണത്. അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങളവിടെ ഫുഡ് കഴിക്കാനെത്തി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ വാഷ്റൂമിൽ കയറിയിട്ട് അവിടെ കിടന്ന് എല്ലാവരെയും വെറുപ്പിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് നേരെ പിന്നെ താഴത്തോട്ടിറങ്ങി ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഐസ്ക്രീം മേടിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഓർത്തത് ബസ് കിട്ടാനായിട്ട് കുറേ നടക്കണം. അപ്പോൾ എന്ത് ചെയ്ത് ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് കയറി നേരെ മെട്രോ പിടിക്കാമെന്ന് ഓർത്ത്. മെട്രോ പിടിച്ച് നമുക്ക് പോത്തീസിലോട്ട് പോകണം. അപ്പം നമ്മൾ മെട്രോ കയറാൻ വേണ്ടി നടക്കുകയാണ്. അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി ചിരിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ചെക്കൻ എന്നോട് ചോദിക്കണേ എന്താടിയെന്ന്. ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ എന്നിട്ട് സോനുവിനോട് ചോദിച്ചപ്പോഴാണ് സോനു പറഞ്ഞത്, ഐഡിയ അവൻ നമ്മളോട് എന്താടിയെന്ന് ചോദിച്ചേണെന്ന്. അതെന്താ ഗൈസ്, നമുക്കൊന്ന് ചിരിക്കാനുള്ള അവകാശം പോലും ഇല്ലേ? അങ്ങനെ പിന്നെ മെട്രോ കയറി അവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ ലിഫ്റ്റിൽ കയറിയപ്പോഴത്തേക്കും ഞങ്ങൾ ക്ലോസ് ആക്കിയെന്ന് വിചാരിച്ചു. പക്ഷേ ക്ലോസ് ആയില്ല, അത് വീണ്ടും തുറന്നു വന്ന്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോത്തീസിലെത്തി. പോത്തീസിൽ ഓണത്തിൻ്റെ ഇതായതുകൊണ്ട് ഇവിടെയൊക്കെ ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അങ്ങനെ പിന്നെ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറി ഓരോന്നൊക്കെ, ഒന്നും മേടിക്കാനൊന്നുമില്ല, വെറുതെ അവിടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാനും. പിന്നെ സോനുവിൻ്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ചേച്ചീനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോണത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ ബസ് കയറി മറൈൻ ഡ്രൈവിലോട്ട് വന്നു. മറൈൻ ഡ്രൈവ് വന്ന് ഒരു കോഫിയൊക്കെ മേടിച്ച് അവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് കുടിച്ച് ഞാൻ നേരെ വീട്ടിലോട്ട് പോന്നു ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്.